everyone, welcome back to Salem Learning. Miss ആണ്. Actually നമ്മുടെ എക്സാം എത്തിയല്ലേ, നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒന്നല്ല, 2 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്ത് കൊടുക്കുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ എൻ്റെ പേര് അഭിരാമി എന്നാണ്. നിങ്ങൾക്ക് അഭി മിസ് എന്ന് വിളിക്കാം. ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് മിസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. The prince wanted to find out the beautiful girl who had danced with him. നമ്മുടെ സിൻഡ്രല്ല എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് സിറ്റുവേഷനിൽ പ്രിൻസിനോട് പറയാതെയാണ് നമ്മുടെ സിൻഡ്രല്ല പോകുന്നത് അല്ലേ. സോ ആ ഒരു സമയത്ത് പ്രിൻസ് ആകെ ഒരു സങ്കടപ്പെടുകയാണ്. സോ ആ കൂടെ ഡാൻസ് കളിച്ച കുട്ടി ഏതാണ്, ആ ഒരു പ്രിൻസസ് ഏതാണെന്ന് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു പ്രിൻസിന് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം തോന്നുകയാണ്. സോ പ്രിൻസ് വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബ്യൂട്ടിഫുൾ ഗേൾ ഹു ഹാഡ് ഡാൻസ് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് കളിച്ച ആ കുട്ടി ഏതാണ് എന്ന് അറിയണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. ദ നെക്സ്റ്റ് ഡേ ഹി സെൻഡ് മെസ്സഞ്ചേഴ്സ് ടു അനൗൺസ് ദാറ്റ് ദ പ്രിൻസ് വുഡ് വിസിറ്റ് ഓൾ ഹോംസ് ടു ഫൈൻഡ് ഔട്ട് ദ ലേഡി ഹു ഹാഡ് ലെഫ്റ്റ് എ ഷൂ അറ്റ് ദ ബോൾ. സോ അടുത്ത ദിവസം നമ്മുടെ പ്രിൻസ് എന്ത് ചെയ്യുകയാണ്? ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലേക്കും ചെല്ലുകയാണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ ദ അനൗൺസ്മെൻറ്റ്. സോ എല്ലാ വീട്ടിലേക്കും നമ്മുടെ പ്രിൻസ് ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാരെ അറിയിക്കാനായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് വേണം അല്ലേ. ഒരു അറിയിപ്പ് കൊടുത്തിട്ട് വേണം പ്രിൻസിന് ചെല്ലാൻ, അല്ലെങ്കിൽ വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല. സോ ആ ടൈമിലുള്ള അനൗൺസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, നമ്മളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ് അനൗൺസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നല്ല, ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു ചാപ്റ്ററിൽ നിന്നും അനൗൺസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതറിയണം എന്നുണ്ടെങ്കിൽ അനൗൺസ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കണം. സോ അനൗൺസ്മെൻറ്റിൻ്റെ ഫോർമാറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനൊരു സല്യൂട്ടേഷൻ വേണം. നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിയർ പാരൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനൗൺസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് ഒരു സല്യൂട്ടേഷൻ എവിടെ വേണോടാ? അനൗൺസ്മെൻറ്റിൽ വേണം. സ്റ്റാർട്ട് വിത്ത് എ സല്യൂട്ടേഷൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിയർ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കുട്ടികളോട് ഒരു അനൗൺസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആരാണോ ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിയൻസ് ആരാണോ അവരെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് അഡ്രസ്സ് ചെയ്യണം. സല്യൂട്ടേഷൻ വേണം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സല്യൂട്ടേഷനാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി. ഇനി നെക്സ്റ്റ് എന്താണോ ഇൻഫോർമേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ നമുക്ക് അറിയിക്കേണ്ടത്, ആ ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം? നമ്മളിതാ ഷെയർ ചെയ്യണം. ഷെയർ ദ ഇൻഫോർമേഷൻ. ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിതാ ഇന്ന് 7:30 നമ്മുടെ സൈലത്തിൻ്റെ മാരത്തോൺ ലൈവ് കാണുന്ന എല്ലാ മക്കൾക്കും ഇതാ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനൗൺസ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സല്യൂട്ടേഷൻ കൊടുക്കും. എന്നിട്ട് ഇതാ കൃത്യമായിട്ട് ലൈവ് കാണുന്നവർക്ക് എന്ത് ചെയ്യും? ബിരിയാണി കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ബിരിയാണി കഴിക്കാൻ വരുന്ന മക്കളൊക്കെ എന്ത് ചെയ്യണം? ബഹളം ഉണ്ടാക്കാണ്ട് ക്യൂവിൽ നിൽക്കണം, അല്ലെങ്കിൽ പാത്രം കൊണ്ട് വേണം വരാൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതാണ് ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ അത് വെച്ച് നമുക്ക് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം? ഫോർ ദ അറ്റൻഷൻ ഓഫ് ഓൾ ദ യങ് ലേഡീസ് ഓഫ് ദ കൺട്രി. സോ ഈ ഒരു രാജ്യത്തെ യങ് ലേഡീസിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞു? ഫോർ ദ അറ്റൻഷൻ ഓഫ് ഓൾ ദ യങ് ലേഡീസ് ഓഫ് ദ കൺട്രി, our prince is going to visit every home to find out the beautiful girl who danced with him at the ball and left a shoe in the ballroom. സോ അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് ചെയ്ത ബോൾ റൂമിൽ ഒരു ഷൂ ഉപേക്ഷിച്ച് പോയ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പ്രിൻസ് വരികയാണ്. കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. സോ ഓൾ ഗേൾസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ബോൾ ഷുഡ് സ്റ്റേ അറ്റ് ഹോം ഫോർ ദ പേഴ്സൺ. സോ ആ ഒരു ബോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പെൺകുട്ടികളും വീട്ടിൽ തന്നെ ഉണ്ടാവണം അല്ലേ. ദേ വിൽ ഗെറ്റ് എ ചാൻസ് ടു ട്രൈ ഓൺ ദി ഷൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഷൂ ട്രൈ ചെയ്യാനായിട്ടുള്ള ചാൻസ് കിട്ടും. അപ്പോൾ ഇതാണ് അനൗൺസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് അത് ആൻസർ ചെയ്തു. സോ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് മക്കളെ, എഡിറ്റ് ചെയ്യുക. എഡിറ്റിംഗ് എന്തായാലും നമ്മളോട് എക്സാമിന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പാസേജിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു പാസേജിൽ നിന്നോ എന്ത് ചെയ്യാൻ വരും? എഡിറ്റിംഗ് നമ്മളോട് ചോദിക്കുക അല്ലേ. സോ ഇത് നോക്കിക്കേടാ. സിൻഡ്രല്ല ഗോ ടു ദ ബോൾ റൂം dressed in wonderful clothes. അപ്പോൾ ഇവിടെ ഗോ എന്നുള്ളിടത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്കുള്ള ഭാഗം മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ് മാർക്കിൽ തന്നിട്ടുണ്ട് അല്ലേ. സോ സിൻഡ്രല്ല ഗോ ടു ദ ബോൾ റൂം dressed in wonderful clothes. അതിനുശേഷം എന്താണ്? ഹി റോഡ് ഇൻ ദ റെഡ് കോച്ച്. അപ്പോൾ ഹി എന്നുള്ളിടത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കാം. 6 footman waited on her. ഫുട്മാൻ എന്നുള്ളിടത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതും മിസ്സിൻ്റെ കുട്ടികൾ ആലോചിക്കാം. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക് ലൈക്ക് ആൻ
പ്രിൻസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻ ആണോ ഇവിടെ വരേണ്ടത്? നത്തിങ് വേഴ്സ് ദാൻ ഹേർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ് ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. അപ്പോൾ ഈ ബ്യൂട്ടിഫുള്ളും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ. സോ നമ്മളോട് എഡിറ്റിംഗ് ചോദിച്ചാൽ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മക്കളെ നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഒരാളുടെ പേര് അല്ലെങ്കിൽ സ്ഥലപ്പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ടെൻസിൻ്റെ വ്യത്യാസം, പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ടെൻസിൻ്റെ വ്യത്യാസം എന്തായാലും എഡിറ്റിങ്ങിലുണ്ടാവും. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇതുപോലെ നമ്മുടെ എഡിറ്റിങ്ങിലുണ്ടാവും. ഇനി നമുക്ക് എന്തെങ്കിലും പ്രിപ്പോസിഷൻസിൻ്റെ കാര്യത്തിലും ഒക്കെ മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ പ്രധാനമായിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ്. സോ ഇതെങ്ങനെ പ്രോപ്പറായിട്ട് നമുക്കിത് ആൻസർ ചെയ്യാടാതെ ഇവിടെ നോക്കിക്കേ. സിൻഡ്രല്ല ഗോ ടു ദ ബോൾ റൂം എന്നാണോ പറയുക? അല്ല, പോയി അല്ലേ, പോയതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വെൻറ്റ് എന്ന് പറയാം. സോ ഇവിടെ വരേണ്ടത് WENT, വെൻറ്റ് ആണ്. സിൻഡ്രല്ല വെൻറ്റ് ടു ദ ബോൾ റൂം ഡ്രസ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ്. ഹീ റോഡ് എന്നാണോ പറയുക? സിൻഡ്രല്ല പെൺകുട്ടിയല്ലേ. സോ ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടെ ഷീ എന്നാണ് വേണ്ടത്. ഷീ റോഡ് ഇൻ ദ റെഡ് കോച്ച് 6 footmen. 6 പേരുണ്ട്. അപ്പോൾ എന്താണ്? പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? പ്ലൂറൽ ആണല്ലേ. അപ്പോൾ അവിടെ എന്ത് പറയണം? ഫുഡ്മാൻ അല്ലേ, ഫുഡ്മാൻ അല്ല, അവിടെ ഫുഡ്മെൻ എന്നാണ് വരാൻ. ഒന്നിൽ കൂടുതലുണ്ട്, 6 ഉണ്ട്, അതുകൊണ്ട് ഫുഡ്മെൻ എന്ന് വേണം വരാൻ. ഓക്കെ. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക്ഡ് ലൈക്ക് ആൻ പ്രിൻസസ്. നമുക്കറിയാം ആൻ എവിടെയാണ് ചേർക്കുക? വോവൽസിൻ്റെ കൂടെയാണ്. വോവൽസ് ഏതൊക്കെയാണ്? AEIOU ആണ് വോവൽസ്, ബാക്കിയെല്ലാം കൺസേൺസ് ആണ് അല്ലേ. അപ്പോൾ പ്രിൻസസിലെ P എന്ന് പറയുന്നത് കൺസേൺ സൗണ്ടാണ്. അപ്പോൾ ഇവിടെ ആൻ അല്ല, A ആണ് വരേണ്ടത് അല്ലേ. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക്ഡ് ലൈക്ക് എ പ്രിൻസസ്. ഇനി നോക്കിക്കേ, നത്തിങ് വേഴ്സ് ദാൻ ഹേർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ് ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. ബ്യൂട്ടിഫുളിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? BEAUTIFUL, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ സെൻറ്റൻസ് അല്ലാണ്ട്, ക്യാപിറ്റൽ ലെറ്റർ അല്ലാണ്ട് സ്മോൾ ലെറ്ററിൽ തരാം. ഇതുപോലെ ധാരാളം മിസ്റ്റേക്കുകൾ വരാം. സോ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ആണ് നമുക്ക് എഡിറ്റിങ്ങിൽ വരാം. അപ്പോൾ എഡിറ്റിംഗ് വന്നാലും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. സോ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.